are dealing with mode. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്മാറ്റിക് മീനും മീഡിയനും പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് മോഡാണ്. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഒക്കർ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഇൻ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസിൽ ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണോ അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, so mod is the value of the variable which occur most frequently. അപ്പോൾ ആവറേജ് സ്റ്റുഡൻറ്റ്, ആവറേജ് ബയർ, അതേപോലെ ടിപ്പിക്കൽ ഫേം എന്നുള്ള വേർഡ്സ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മെൻ്റ് ഒക്കെ വരുന്നത് മോഡിലാണ് കേട്ടോ. സോ മോഡ് ഈസ് ഡിനോട്ടഡ് ബൈ സെഡ് ഓർ എം ഒ. മോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? സെഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എം ഒ ഉപയോഗിച്ചിട്ടോ ആയിരിക്കും. For a raw data as well as for a discrete frequency distribution, we can locate mode by inspection. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ സീരീസോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനോ ആണോ എന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും മോഡ് ഏതാണെന്നുള്ളത്. എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണെന്ന് എടുക്കുക. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന വാല്യൂ ഏതാണോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് മോഡ് കണ്ടെത്തുന്നത്. പിന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അതിന് നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് എങ്ങനെയാണ്, അതേപോലെ ഡിസ്ക്രീറ്റ് സീരീസ് എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, ഒരുപാട് വാല്യൂസ് തന്നിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്, ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണ്, അതിനെയാണ് മോഡ് എന്ന് പറയണത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസ് വരുന്നത് മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് ദ വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ് ഈസ് മോഡ്. അല്ലേ, നമുക്ക് തരുന്നത് ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഒബ്സർവേഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് മോഡ് കണ്ടെത്തുന്നത്? ഏറ്റവും കൂടുതൽ തവണ വരുന്നത് ഏതാണോ അതാണ് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മോഡ് എന്ന് പറയുന്നത്. അല്ലേ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് മോഡ് 23, 35, 28, 42, 62, 53, 35, 28, 42, 35, 23, 42, 35. അല്ലേ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണ്? ഇവിടെ 35 ആണല്ലേ. ഇവിടെ 35 ഉണ്ട്, അതേപോലെ 35, then 35, 35. അപ്പോൾ 4 പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 35 appears more number of times. സോ മോഡ് ഈസ് ഈക്വൽ ടു 35 എന്ന് എഴുതാം. അപ്പോൾ മോഡിനെ നിങ്ങൾക്ക് സെഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എം ഒ ഉപയോഗിച്ചോ ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വേറൊരു കേസും കൂടെ ഉണ്ട്. അതായത് വെൻ നോ ഐറ്റം അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ് ദാൻ അതേഴ്സ് വി സേ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. അതായത് ഒരു ഐറ്റം, ഒരു വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടില്ല. ഓക്കെ, എല്ലാതും ഈക്വൽ നമ്പറിൽ തന്നെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലേ, എല്ലാതും ഒരൊറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതാണ് മോഡ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എന്താണ്? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ മീഡിയൻ കാണണം, മീൻ കാണണം. എന്നിട്ട് മീഡിയന് 3 കൊണ്ട് ഗുണിക്കുക, അതേപോലെ മീന് 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് 3 മീഡിയൻ മൈനസ് 2 മീൻ ചെയ്താൽ എന്ത് കിട്ടും? മോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഫൈൻഡ് മോഡ് ഫ്രം ദി വാല്യൂസ് 40, 25, 60, 35, 81, 75, 90, 10. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് മോഡ് കണ്ടെത്താൻ പറഞ്ഞാൽ ഒരൊറ്റ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ വരുന്നില്ല. അല്ലേ, ഒക്കെ ഡിഫറെൻ്റ് ആണ്. 40 ആണ്, 25, 60, 35, 81, 75, 90, 10. അല്ലേ, അപ്പോൾ ആ ഒരു കേസിൽ, ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് പറഞ്ഞിട്ടുള്ളത് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും പറയാം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ എഴുതിയിട്ടുള്ളത് ഓൾ ഐറ്റംസ് അപ്പിയർ ഈക്വൽ നമ്പർ ഓഫ് ടൈംസ് സോ മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ്. അല്ലേ, മോഡ് നമുക്ക് ഇൽ ഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫോർമുല ഉപയോഗിക്കുക മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സിൻ്റെ വാല്യൂസ്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻ്റെ വാല്യൂസൊക്കെ എഴുതി 10, 25, 35, 40, 60, 75, 81, 90. അല്ലേ, അതിൻ്റെ ടോട്ടൽ കണ്ടെത്തുക. ടോട്ടൽ കണ്ടെത്തുമ്പോൾ 416 ആണ് കിട്ടിയിട്ടുള്ളത്.
അല്ലേ? അപ്പോൾ നമുക്ക് മീൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ x/n ആണ് അല്ലേ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ 8 എണ്ണമാണ്. അപ്പോൾ നമ്മൾ 416 / 8 ചെയ്യുമ്പോൾ 52 എന്ന് ആൻസർ കിട്ടും. കിട്ടിയിട്ടുള്ളത് എന്താണ്? മീൻ ആണ് അല്ലേ? ഇനി മീഡിയൻ കാണാം. മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാണാനുള്ള ഇക്വേഷൻ n+1/2 ആയിരുന്നു. അതായത് എത്രാമത്തെ ഐറ്റാണ് മീഡിയൻ എന്നുള്ള വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 8+1/2 എന്ന് ചെയ്യും. 8+1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4.5 അല്ലേ? അപ്പോൾ 4.5 അതിൽ 8 ഒബ്സർവേഷൻ ആയതുകൊണ്ട് നമ്മൾ സെൻറ്റർ ആയിട്ടുള്ള എടുക്കും. അതായത് 4ാമത്തെ ഐറ്റം അതേപോലെ 5ാമത്തെ ഐറ്റം എടുക്കും അല്ലേ? അപ്പോൾ ഇതിൽ വരുന്ന 4ാമത്തെ ഐറ്റം, അതായത് ഇതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കിയിട്ട് എഴുതണം. ആ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4ാമത്തെ ഐറ്റം അതേപോലെ 5ാമത്തെ ഐറ്റം എടുക്കുന്നു. അപ്പോൾ 40 + 60/2 അതിൻ്റെ ആവറേജാണ് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 50 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് എന്താണ്? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 3 × 50 മീഡിയൻ കിട്ടിയിട്ടുള്ളത് 50 ആണ്. -2 × 52 മീൻ കിട്ടിയിട്ടുള്ളത് 52 ആണ്. ഈസ് ഈക്വൽ ടു 150 - 104 ഈസ് ഈക്വൽ ടു 46 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ട മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് മോഡിൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് മോഡ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കാണുന്നതെന്ന് വെച്ചാൽ, ഇൻ ദി കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ വാല്യൂ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് ടേക്കൺ ആസ് മോഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന വാല്യൂവിനെ നമ്മൾ എന്തായിട്ടെടുക്കും? മോഡായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഫൈൻഡ് മോഡ്. സൈസ് നമ്പർ ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഫ്രീക്വൻസിയാണ്. സൈസ് 5, 8, 10, 12, 29, 35, 40, 46 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏത് സൈസിനാണ് നോക്കുക? അപ്പോൾ ഇവിടെ വരുന്നത് 40 അല്ലേ? അപ്പോൾ എന്താണ് മോഡ് വരിക? 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ 40 എന്ന് എഴുതി വെക്കരുത്. 40ക്ക് നേരെ വരുന്ന സൈസ് ഏതാണോ, എക്സ് വാല്യൂ ഏതാണോ അതാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ 12 ആണ് മോഡ് വരിക. സോ ദ വാല്യൂ 12 ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി, ദെർഫോർ 12 ഈസ് ദി മോഡ്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് മോഡ് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് മോഡ് കാണുക കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ടാവും. അതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയണത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് ലൈസ് ഇൻ ദി ക്ലാസ് ഹാവിങ് ദി ഹയസ്റ്റ് ഫ്രീക്വൻസി. മോഡ് എവിടെയാണ് ഉണ്ടാവുക? ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ വരുന്ന ക്ലാസ്സിലാണ് മോഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് Z ഈസ് ഈക്വൽ ടു L + Δ1 / Δ1 + Δ2 × C എന്ന് പറയണത്. ഓക്കെ, അല്ലാതെ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. പക്ഷേ അതിനേക്കാൾ സിമ്പിളായിട്ട് വരുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് തന്നെ പറയാൻ കരുതിയത് കേട്ടോ. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. ഓക്കെ, Δ1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് ആൻഡ് ദാറ്റ് ഓഫ് ദി പ്രീ മോഡൽ ക്ലാസ്. അതായത് മോഡൽ ക്ലാസ്സും അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് Δ1 എന്ന് പറയുന്നത്. Δ2 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് ആൻഡ് ദാറ്റ് ഓഫ് ദി പോസ്റ്റ് മോഡൽ ക്ലാസ്. ഓക്കെ, അല്ലെങ്കിൽ സക്സീഡിങ് മോഡൽ ക്ലാസ്. അപ്പോൾ എന്താണ്? ഫ്രീക്വൻസി മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും അതേപോലെ നെക്സ്റ്റ് വരുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി തമ്മിൽ ഡിഫറൻസ് ആണ് Δ2 എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സാണ്. മാക്സിമം ഫ്രീക്വൻസി വരുന്ന ക്ലാസ് നമ്മൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? അതിൽ ലോവർ ലിമിറ്റ് ഏതാണെന്ന് കൊടുക്കുക. പിന്നെ Δ1 + Δ2 × C ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്? Z ഈസ് ഈക്വൽ ടു L + Δ1 / Δ1 + Δ2 × C അല്ലേ? അപ്പോൾ Δ1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ദാറ്റ് ഓഫ് ദി പ്രീ മോഡൽ ക്ലാസ്. അത് രണ്ടും. പിന്നെ Δ1ഉം Δ2 കൂടെ ആഡ് ചെയ്യുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. × C എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ അല്ലേ? മോഡൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് എന്തായിരിക്കണം? ക്ലാസ് ഇൻ്റർവെൽ ഷുഡ് ബി ഓഫ് ഈക്വൽ സൈസ്
ഈക്വൽ സൈസ് വരുന്ന ക്ലാസ് ഇൻ്റർവെൽ ആയിരിക്കണം, അതേപോലെ അസെൻഡിങ് ഓർഡർ ആയിരിക്കണം, അതേപോലെ എക്സ്ക്ലൂസീവ് ഫോമുല ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മോഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മോഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ്സസ് 0, 9, 10, 19, 20, 29, 30, 39 ആണ്, 40, 49, 50, 59 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് നോക്കുമ്പോൾ ക്ലാസ് തന്നിട്ടുള്ളത് ഇൻക്ലൂസീവ് ടേംസിലാണല്ലേ, ഇൻക്ലൂസീവ് മെത്തേഡ് അനുസരിച്ചിട്ടാണ്. അതായത് ലോവർ ലിമിറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെ +1 ചെയ്താലാണ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് കിട്ടുന്നത്. അതങ്ങനെ തന്നെയാണ്. അതായത് ബ്രേക്ക് വരുന്നുണ്ടല്ലേ, കണ്ടിന്യൂസ് ക്ലാസ് അല്ല തന്നിട്ടുള്ളത്. ഓക്കെ, കണ്ടിന്യൂസ് ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ 0 to 10, 10 to 20, 20 to 30 എന്നുള്ള രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇതെന്താണ്, വർക്കിംഗ് ക്ലാസ് ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള വർക്കിംഗ് ക്ലാസ്സിന് നമുക്ക് മോഡ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. അപ്പോൾ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റാനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 1 ആണ്. അപ്പോൾ 1/2 ചെയ്താൽ 0.5 കിട്ടും. ആ 0.5 0 - 0.5 9 + 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറക്കുക, അപ്പർ ലിമിറ്റിലേക്ക് 0.5 ആഡ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യണം, ഈ വർക്കിംഗ് ക്ലാസ്സിനെ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലാസ് 0, 9, 10, 19, 20, 29 ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. -0.5 to 9.5, 9.5 to 19.5 എന്ന രൂപത്തിലൂടെ കൊടുത്തിട്ടുള്ളത് ആക്ച്വൽ ക്ലാസ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ ഫ്രീക്വൻസി വരുന്നതിനെ നമ്മൾ മോഡൽ ക്ലാസ് ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഫ്രീക്വൻസി വന്നിട്ടുള്ളത് ഏതാണ്, 33 ആണ്. അപ്പോൾ 33ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് അതാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഏതാണ്, 29.5 to 39.5 ആണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ മോഡൽ ക്ലാസ് ഈസ് 29.5 - 39.5 എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. ക്ലാസ് ഈസ് 29.5 - 39.5 എന്ന് എഴുതി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലോവർ ലിമിറ്റ് കിട്ടുമല്ലോ. ലോവർ ലിമിറ്റ് എത്രയാണ്, 29.5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ ഇക്വേഷൻ എഴുതുക. Z = L + Δ1/Δ1 + Δ2 × C. അപ്പോൾ L എന്ന് പറയുന്നത് എന്താണ്, ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ് 29.5 അല്ലേ, പ്ലസ് Δ1 എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് എന്ത് കുറക്കണം, പ്രീ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കുറക്കണം. അതായത് 33 - 17 അല്ലേ. നമ്മൾ എടുത്തിട്ടുള്ള മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഇതല്ലേ, അതിൻ്റെ ഫ്രീക്വൻസി 33 ആണ്. അതിൻ്റെ പ്രീ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 19.5 - 29.5 അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, 17. ഒന്നുമില്ല, 33യിൽ നിന്ന് അതിൻ്റെ മുകളിൽ വരുന്ന സംഖ്യ 17 കുറക്കുക. അപ്പോൾ എന്താണ് വാല്യൂ വരുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ വാല്യൂ വരുന്നത്, 16 ഡിവൈഡഡ് ബൈ Δ1 എന്ന് പറയുന്നത് 16 തന്നെയാണ്, പ്ലസ് എന്താ ചെയ്യേണ്ടത്, 33 - 22. ഓക്കെ, അതായത് പോസ്റ്റ് മോഡൽ ക്ലാസ്സും മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് Δ2 എന്ന് പറയണത് അല്ലേ. അപ്പോൾ നമ്മൾ 33 - 22 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 11 കിട്ടും. 33യിൽ നിന്ന് 22 കുറക്കുക, അപ്പോൾ 11 എന്ന ആൻസർ വരും. അപ്പോൾ 16/16 + 11 × C ആണല്ലോ. ഈ C എന്ന് പറയുന്നത് എന്താണ്, 10 അല്ലേ. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലാസ് ഇൻ്റർവെല്ലാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ അതും കൊടുത്തു. ഇനി നമ്മൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 29.5 + 5.92 അതായത് 16 × 10 ചെയ്ത് നോക്കുക. അപ്പോൾ 160 എന്ന് കിട്ടും. 160 ഡിവൈഡഡ് ബൈ 16 + 11 ചെയ്ത് നോക്കുക. അപ്പോൾ 27 അല്ലേ. അപ്പോൾ 160/27 ചെയ്യുമ്പോൾ 5.92 എന്ന് ആൻസർ വരും. ഇത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് 35.42 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒന്നുമില്ല, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. Δ1 ഓർത്ത് വെക്കുക. Δ1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സും പ്രീ മോഡൽ ക്ലാസ്സും തമ്മിലുള്ള ഫ്രീക്വൻസിൻ്റെ ഡിഫറൻസ്. പിന്നെ Δ2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ് പോസ്റ്റ് മോഡൽ ക്ലാസ്സും തമ്മിലുള്ള ഫ്രീക്വൻസിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ഇക്വേഷൻ്റെ കേസ് പറഞ്ഞാൽ ഇനി വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന കേസ് എന്ന് ഈ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, അതാണ് mod is equal to L1 plus F1 minus F0/2 F1 minus F0 minus F2 into C എന്ന് പറഞ്ഞത്. ഇവിടെ L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്, F1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ്, ദെൻ F0 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി പ്രീ മോഡൽ ക്ലാസ് അല്ലെങ്കിൽ പ്രൊസീഡിങ് ക്ലാസ്, പിന്നെ F2 എന്ന് പറയുന്നത് സക്സീഡിങ് മോഡൽ ക്ലാസ്സിൻ്റെ
ഫ്രീക്വൻസി, അത് മോഡൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷനിൽ ഡിഫറൻസ് ആയിരുന്നു എടുത്തിരുന്നത്, ഇവിടെ എന്താണ് ഫ്രീക്വൻസിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ കാൽക്കുലേറ്റ് മോഡ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ 10-15 മുതൽ 45-50 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്, ക്ലാസ്സാണ് തന്നിട്ടുള്ളത്. അതായത് എക്സ്ക്ലൂസീവ് മെത്തേഡാണല്ലേ. അപ്പോൾ അത് നമ്മൾ ഇത് തന്നിട്ടുള്ളതിന് ആക്ച്വൽ ക്ലാസ് ആയതുകൊണ്ട് അതിന് നമ്മൾ മാറ്റാനൊന്നുമില്ല. വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ ആക്ച്വൽ ക്ലാസ് ആക്കി മാറ്റണം. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 4, 8, 18, 30, 20, 10, 5, 2 എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണ്? 25-30 ഫ്രീക്വൻസി വരുന്നത് ക്ലാസ് 25-30 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 25-30 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ് ആണെന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ L1 എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ്. അപ്പോൾ 25 ആണ് L1. ദെൻ F1 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി മോഡൽ ക്ലാസ് 30. ദെൻ F0 എന്ന് പറയുന്നത് 18 അല്ലേ, എന്താണ്? പ്രീ മോഡൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ പ്രിസീഡിങ് മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. പിന്നെ F2 ആണ് കണ്ടെത്തേണ്ടത്, അത് 20 ആണ് അല്ലേ. അതായത് മോഡൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് 20. എന്നിട്ട് കാര്യങ്ങളൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ C എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഇൻ്റർവെല്ലാണത് 5 ആണെന്ന് കിട്ടി. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 25 + 30 - 18 ഡിവൈഡ് ബൈ 60 - 18 - 20. 60 എന്ന് പറയുന്നത് 2F1 ആയതുകൊണ്ടാണ് 60 വന്നിട്ടുള്ളത്. അപ്പോൾ 60 - 18 - 20 = എന്ത് വരും? 25 + 60 / 22 = 27.73. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ മോഡലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും അതേപോലെ ഇൻഡിവിജ്വൽ സീരീസും. ഓക്കെ, അപ്പോൾ നമ്മൾ എംപെരിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കേസും കൂടെ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ ചെയ്തില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ അതെങ്ങനെ പറയണമെന്ന് നോക്കാം. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 × മീൻ മൈനസ് മീഡിയൻ. അതായത് മീൻ മൈനസ് മീഡിയൻ ചെയ്തിട്ട് അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മീൻ മൈനസ് മോഡാണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്ന രീതി പറഞ്ഞാൽ കേട്ടോ. ഇൻ എ മോഡറേറ്റ്ലി അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് 24.6 ആൻഡ് മീഡിയൻ ഈസ് 25.1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി മോഡ് അല്ലേ. അപ്പോൾ നമുക്ക് മീനും മീഡിയനും തന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ അല്ലേ. അതുതന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 × മീൻ മൈനസ് മീഡിയൻ. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കാം കേട്ടോ. മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 × മീൻ മൈനസ് മീഡിയൻ. അപ്പോൾ 24.6 ആണ് മീൻ തന്നിട്ടുള്ളത്. സെഡ് എന്താണ്? മോഡാണ്. അപ്പോൾ മോഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 3 × 24.6 - 25.1 കിട്ടി. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വരുന്നതും ചെയ്യാൻ പറ്റും. മീൻ കാണാൻ പറ്റും, മീഡിയൻ കാണാൻ പറ്റും, അതേപോലെ മോഡ് കാണാൻ പറ്റും. അതേപോലെ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായാലും ഓർത്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡാണ്. അപ്പോൾ മോഡ് ഈസ് നോട്ട് അൺഡുവലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. എക്സ്ട്രീം ഐറ്റംസ് മോഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടിപ്പിക്കൽ ഓർ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി ഡെൻസിറ്റി. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി ഡെൻസിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അത് മോസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇത് ഓപ്പൺ എൻഡ് ഡാറ്റയ്ക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ ബി ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പീക്ക് ഓഫ് ദി ഫ്രീക്വൻസി കർവ്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഫോർ ക്വാളിറ്റീസ് ഓൾസോ. ക്വാളിറ്റീസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വി മൂവ് ടു ഡിമെറിറ്റ്സ് ഓഫ് മോഡ്. അപ്പോൾ ഡിമെറിറ്റ്സ് ഓഫ് മോഡിൽ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് റിജിഡ്ലി ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഐറ്റം. എല്ലാ ഐറ്റത്തിനെയും ബേസ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അതൊരു പൊസിഷണൽ വാല്യൂ ആണ് അല്ലേ. മോഡ് എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ വാല്യൂ ആണെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് കനോട്ട് ബി ഓൾജിബ്രിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് സെറ്റിൽ നമുക്ക് മോഡ് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു
calculate. Next one, it is difficult to calculate. That is sometimes grouping table and frequency analysis table are to be formed. Then it is less stable than the arithmetic mean. Okay. അപ്പം മറ്റുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ പോലെ ഇറ്റ് മെ നോട്ട് എക്സിസ്റ്റ് ഫോർ സം ഡാറ്റ. ചില ഡാറ്റയ്ക്ക് ഇത് ഉണ്ടാവില്ല, മോഡ് ഉണ്ടാവില്ല. ഓക്കെ, ചില സമയത്ത് 2 or more മോഡ്സ് ഉണ്ടാവും. ദെൻ ഇറ്റ് ഹാസ് വെരി ലിമിറ്റഡ് യൂസ്. ഇതൊക്കെയാണ് ഡീമെറിറ്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് മോഡ് എങ്ങനെയാണ് കാണുന്നത്, ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു നമ്മൾ പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.